ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. വെള്ളമാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വിലയേറിയ വസ്തു. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചെടുക്കാൻ പ്രയാസമാണ്. പക്ഷേ നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ, വെള്ളമധികം അതിനെ റെവർ ചെയ്യുക, അതിനെ ആദരിക്കാറില്ല എന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞത് ഓർക്കുന്നു. ഈ വെള്ളത്തിൻ്റെ നമ്മുടെ ഒരു പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് നദികളാണ്. അതുകൊണ്ടായിരിക്കും ഈ നദികൾ, വലിയ നദികളുടെയൊക്കെ തീരത്താണ് ഈ സംസ്കാരമൊക്കെ ഉടലെടുത്തത്. കോട്ടയം പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ചുരുക്കം പേർക്ക് അറിയാവുള്ള 3 പ്രധാന നദികളാണ് കോട്ടയം പട്ടണത്തിൽ. ഒന്ന് മീനച്ചിലാറ്, പിന്നെ കൊടൂരാറ്, പിന്നെ മീനന്തലയാറ്. മീനച്ചിലാറും അതുപോലെ തന്നെ കൊടൂരാറും ഫേമസാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മീനന്തലയാറെന്ന് പറയുന്ന ഒരു ചെറിയൊരു പുഴയാണ്. 10-12 കിലോമീറ്റർ നീളമേ ഉള്ളൂ. പക്ഷേ അത് വളരെ വാണിജ്യപരമായും സാംസ്കാരികമായും സാമ്പത്തികമായും എക്കോളജിക്കലായിട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു നദി. അതിനെക്കുറിച്ച് അധികം പേർക്ക് അറിഞ്ഞുകൂടാ. ഈ നദി ഒരു കാലത്ത് വളരെ മത്സ്യസമ്പത്തൊക്കെ ചേർന്ന് വലിയൊരു മനോഹരമായൊരു നദിയാണ്. കൊച്ചു നദിയാണെങ്കിലും വളരെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ 10-30 വർഷം മുമ്പ്. പക്ഷേ നമുക്കറിയാം, കാലാന്തരത്തിൽ മനുഷ്യരുടെ ഇടപെടൽ കൊണ്ട്, നിഗ്ലക്റ്റ് കൊണ്ട് ഈ വേസ്റ്റെല്ലാം ഇതിനകത്തോട്ട് ഈ നദിയിലേക്ക് അവർ ഒഴുക്കി വിട്ടതിൻ്റെ ഒക്കെ ഫലമായിട്ട് ഒരു 10-25 വർഷം കൊണ്ട് ഈ ചെറിയ ആറ്, മീനന്തലയാറെന്ന് പറയുന്ന അധികം അറിയപ്പെടാത്ത പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഈ ആറ്റിലേക്ക് മാലിന്യങ്ങളെല്ലാം ഒഴുക്കി കാലാന്തരത്തിൽ ചപ്പും ചവറും ഒക്കെ കയറി, അതുപോലെ തന്നെ ഈ മാലിന്യങ്ങളൊക്കെ അടിഞ്ഞു കൂടി ഇതൊരു എന്താ പറയുക, ഒരു മാലിന്യത്തിൻ്റെ ഒരു സെൻറ്ററായി മാറി. അനേക രോഗങ്ങൾക്കുള്ള ഒരു എന്താ പറയുക, ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടായിട്ടും നമ്മുടെ എലിപ്പനി പോലെയോ ഡെങ്കു പോലെയൊക്കെയുള്ള മഞ്ഞപ്പിത്തം പോലെയൊക്കെ അനേക രോഗങ്ങൾക്ക് ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടായിട്ട് അത് തീർന്നു. ഈ 10-25 വർഷത്തെ നിഗ്ലക്റ്റ് ഉണ്ട്. കൂനിന് കുരു എന്ന് പറഞ്ഞ പോലെ തന്നെ ഏതോ ഒരു റബ്ബർ ഫാക്ടറിയിൽ നിന്ന് ആഴ്ചകളോളം ഇതിലെ കരിയോൽ ഒഴുകി. അതിൻ്റെ ഫലമായിട്ട് ഈ ചെറിയ 12 കിലോമീറ്റർ നീളമുള്ള ഈ നദിയിൽ കൂടെ കരിയോൽ ഒഴിച്ചു. അതിൻ്റെ ഫലമായിട്ട് അതിനകത്തെ മത്സ്യസമ്പത്ത് മാത്രമല്ല, അതിനകത്ത് ജൈവസമ്പത്ത് മുഴുവൻ ചത്തൊടുങ്ങി. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാമായിരുന്നു മീനൊക്കെ ഇങ്ങനെ ചത്ത് പൊങ്ങുന്നത്. അപ്പം ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, ഗ്രീൻ ഫ്രറ്റേണിറ്റി എന്നൊരു സംഘടനയുണ്ട്. ആ സംഘടനക്കാർ ഞങ്ങൾ ചെന്ന് കളക്ടറോടും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും ഒക്കെ പറഞ്ഞിങ്ങനെ ഇതുപോലൊരു സംഭവമുണ്ട്, ഈ ആറ് നന്നാക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ ഇത് കുടിക്കുന്നവർ, കോട്ടയം പട്ടണവാസികൾ, അവർക്ക് മാരകമായ രോഗങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ അവരെ ബോധിപ്പിച്ചെങ്കിലും ഒരാക്ഷനും അവരെടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഗ്രീൻ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന സംഘടന ഞങ്ങൾ സ്വയം ഇതിനകത്തോട്ട് ഇറങ്ങി, ഞങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു വള്ളമൊക്കെ സംഘടിപ്പിച്ച് കുറച്ച് യുവാക്കൾ ഗ്രീൻ ഫ്രറ്റേണിറ്റിയുടെ നേതൃത്വത്തിൽ ഇറങ്ങി ഈ പുഴ ഏതാണ്ടൊരു 10-20 ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ട് ഈ 5 പേരും ഇതിനകത്ത് വെള്ളത്തിലിറങ്ങി, അക്ഷരാർത്ഥത്തിൽ ഇറങ്ങി, ഈ മലിനജലത്തിലിറങ്ങി ചപ്പും ചവറും എല്ലാം വാരി അത് ഭയങ്കരമായിട്ടത് ക്ലീൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ 10-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെള്ളം, പ്യുവർ വെള്ളം മീനച്ചിലാറ്റിൽ നിന്ന് ഇതിലേക്ക് വന്ന് ഈ ആറ് ഭയങ്കരമായിട്ട് നന്നായി മനോഹരമായി മാറി, ഒരിക്കൽ കൂടി മാറി. അപ്പോൾ ഇതിൻ്റെ ഈ അനുഭവം മനസ്സിലാക്കിയ എൻ്റെ ഒരു വിദ്യാർത്ഥിയും CMS കോളേജിലെ ഒരു സ്റ്റുഡൻറ്റും ഒരു രാഷ്ട്രീയ നേതാവും ഒക്കെ അനിൽകുമാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അനിൽകുമാർ, അദ്ദേഹം ഇതിനകത്ത് ഇൻവോൾവായി. അദ്ദേഹം പറഞ്ഞു, നമുക്കിത് ഈ മീനന്തലയാർ കൊണ്ട് മാത്രം നമുക്കിത് ഒതുക്കി നിർത്തരുത്, നമുക്കിത് കുറച്ചുകൂടെ വിശാലമാക്കണമെന്ന് പറഞ്ഞ് ഈ 3 നദികളെയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് മീനച്ചിലാർ, മീനന്തലയാർ, കൊടൂരാർ, ഈ 3നെയും കൂടെ സംരക്ഷിക്കാനായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയുടെ ഫലമായിട്ട് ഈ 3 ആറും ക്ലീൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ ശുദ്ധമാക്കുക, എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ശുദ്ധമാക്കാനായിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. നമുക്കറിയാം ഈ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതത് പ്രദേശവാസികൾ അവരുടെ തന്നെ ചിലവിൽ എമൗണ്ട് എടുത്ത് അവർ ഈ പുഴകളെല്ലാം ഇതിൻ്റെ സൈഡെല്ലാം നന്നാക്കി വൃത്തിയാക്കി ഒഴുക്ക് സുഗമമാക്കി മനോഹരമാക്കി.
അത് എനിക്ക് തോന്നുന്നത് 2017 നടന്ന സംഭവമാണ്. ഈ പർട്ടിക്കുലർ 17 തൊട്ട് തുടങ്ങിയതാണ് ഈ അനുഭവം. അതുകൊണ്ട് ഒരുപാട് 1500 കിലോമീറ്റർ തോടുകൾ ഇതിൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഫലമായിട്ട് സംരക്ഷിക്കാൻ സാധിച്ചു. വെള്ളം കിട്ടാതെ വന്ന 5000 ഏക്കർ കൃഷിഭൂമി ഈ മീനച്ചിലാർ മീനന്തരാർ കൊടുവലാർ സംയോജന പദ്ധതിയുടെ ഫലമായിട്ട് 5000 ഏക്കർ കൃഷി വീണ്ടും പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. മറ്റൊരു വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തോടുകളും ഈ ചെറിയ ജലസ്രോതസ്സുകളൊക്കെ ഫ്രീ ആയതുകൊണ്ട് നമുക്കറിയാം 2018 കോട്ടയത്ത് വലിയ പ്രളയം ഉണ്ടായിട്ടും കോട്ടയം അധികം അഫക്റ്റഡ് ആയില്ല. നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. 2018 പ്രളയം കോട്ടയത്തെ അധികം ബാധിച്ചില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആറും തോടുമൊക്കെ ഫ്രീ ആയിരുന്നത് കൊണ്ട് ജലമൊക്കെ അതിലേ ഒഴുകിപ്പോയി. അതുകൊണ്ട് കോട്ടയത്തെ ബാധിച്ചില്ല. അപ്പോൾ ഇങ്ങനൊരു ഈ പ്രസ്ഥാനം ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു സൈഡ് ഷൂട്ടായിട്ടാണ്, അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ടാണ് നമ്മൾ കോട്ടയത്തെ ശ്രദ്ധേയമായ മലരിക്കൽ ആമ്പൽ വസന്തം. അത് ഇതിൻ്റെ അതിൻ്റെ ഒരു സംഭാവനയാണ്. ഈ മീനച്ചിലാർ കൊടുവലാർ സംയോജനത്തിൻ്റെ ഒരു സംഭാവനയാണിത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇതിൻ്റെ ആമ്പൽ വസന്തം കാണാനായിട്ട് ആളുകൾ തടിച്ചു കൂടുന്നു. തദ്ദേശവാസികൾക്ക് ഒരുപാട് റവന്യൂ ലഭിക്കുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി സൈഡ് അതിലേക്കൊന്നും ഞാൻ ഈ തൽക്കാലം കിടക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ദിവസം തന്നെ അവിടെ നമുക്കറിയാം ഇവിടെ ഈ കോട്ടയത്തിൻ്റെ ഈ മീനച്ചിലാറും മീനന്തറിയാറിലുള്ള വെള്ളം എല്ലാം കൂടെ ചെന്ന് ചേരുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലമുണ്ട് പാളത്തിനടുത്ത്. അവിടെ ഏതാണ്ട് 2 കിലോമീറ്റർ നീളത്തിൽ വീതിയിലും ഈ എക്കൽ അടിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് വെള്ളം അങ്ങോട്ട് കായലിലേക്ക് സുഗമമായിട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഈ മീനച്ചിലാർ മീനന്തറിയാർ കൊടുവലാർ സംയോജന പദ്ധതിയുടെ തീവ്രഫലമായിട്ട് അവിടെ നിന്ന് എക്കലെടുത്ത് ഈ 2 കിലോമീറ്റർ സ്ക്വയർ മീറ്റർ 4 സ്ക്വയർ കിലോമീറ്റർ കിടക്കുന്ന ഈ പഴുക്കാനില എന്ന് പറയുന്ന ഈ സ്ഥലത്തുനിന്ന് ഇന്ന് ആരംഭിക്കുകയാണ്. വലിയ പ്രോജക്റ്റ് ആരംഭിക്കുകയാണ്. കേരള സ്റ്റേറ്റിൻ്റെ പദ്ധതി ആരംഭിക്കുകയാണ്. 107 കോടി റവന്യൂവിൽ, അതിൻ്റെ ചിലവിൽ ഈ വലിയ ലാൻഡ് മാസ് കോരിയെടുത്ത് 3-4 പാടശേഖരങ്ങൾ അവിടെ ബണ്ടുണ്ടാക്കുകയാണ്. ഏതാണ്ട് 8 മീറ്റർ വീതിയിൽ ബണ്ടുണ്ടാക്കുകയാണ്, 17 കിലോമീറ്റർ നീളത്തിൽ. അത് വലിയൊരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് സെൻ്ററായിട്ട് മാറുന്നു. അതിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ ലാൻഡ് മാസ് മാറ്റി കിട്ടുന്നു. ഈ ലാൻഡ് മാസ് മാറി കിട്ടുന്നതോടുകൂടി വെള്ളത്തിൻ്റെ ഒഴുക്ക് കായലിലേക്ക് സുഗമമാകും. കോട്ടയത്തെ ജലപ്രളയം ഒരു പരിധി വരെ പ്രതിരോധിക്കാനാവും. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രയോജനമുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ മീനച്ചിലാർ മീനന്തരാർ കൊടുവലാർ സംയോജന പദ്ധതി. അത് കോട്ടയം ആ പദ്ധതിയുടെ ഫലമായിട്ട് കോട്ടയത്തിന് 2 പ്രാവശ്യം ദ ബെസ്റ്റ് വാട്ടർ പ്രിസർവിങ് ഡിസ്ട്രിക്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ള പദവിയും ലഭിച്ചു എന്നുള്ളത് വലിയൊരു അഭിനന്ദനത്തിൽ അല്ലെങ്കിൽ ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മൾ കൂട്ടായ പ്രയത്നത്തിലൂടെ കോട്ടയത്തിൻ്റെ മുഖച്ഛായ ഒരുപാട് നെഗ്ലക്റ്റഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. അവിടെയൊക്കെ നമ്മുടെ പൊതുജനങ്ങൾ ശ്രദ്ധ തിരിച്ചാൽ അതൊക്കെ നമുക്ക് മറ്റും ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പറയുന്നൊരു വാശി പിടിക്കുന്നതിന് കാര്യമില്ല. നമ്മൾ തന്നെ സ്വയം ഇറങ്ങി ഇതിനകത്ത് പ്രതിരോധം ഒരു പ്രസ്ഥാനമുണ്ടാക്കിയാൽ നാച്ചുറലി ഗവൺമെൻറ് മെഷീനറീസ് വിൽ ഓൾസോ ജോയിൻ. അതാണ് ഞങ്ങൾ ഇവിടെ ദർശിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അനുഭവം അത് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ഈ അവസരം ഓർത്തുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു.